പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പരിപാടിയിൽ നിന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ ഒഴിവാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി രാജ്ഭവൻ രംഗത്ത് വരികയായിരുന്നു. ഫോട്ടോ വെച്ച് ആ ഫോട്ടോന് മുമ്പിൽ പുഷ്പാർച്ചന നടത്തി എന്നിട്ട് വേണം പരിപാടി ആരംഭിക്കാനെന്ന നിലപാടാണ് അവിടെ സ്വീകരിക്കപ്പെട്ടത്. ആ ഫോട്ടോ ഏതാണ് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ഏത് ഫോട്ടോ ആര് പറഞ്ഞു എന്ത് ഭാരതാംബ, ഏത് ഭാരതാംബ? ഭാരതാംബ എന്ന് പറയുന്ന ഒരു ഔദ്യോഗിക ചിഹ്നോ ഔദ്യോഗിക രൂപമോ ഇല്ല. ഉണ്ടോ? ഇന്നതാണെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് തീരുമാനിക്കണം. യഥാർത്ഥത്തിൽ എന്താ പറഞ്ഞാൽ കാവ്യവൽക്കരണമാണ്. RSSൻ്റെ കൃത്യമായ അജണ്ട അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കുന്ന ഫോട്ടോ, ആ തയ്യാറാക്കുന്ന ഫോട്ടോ ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല. ഞാനത് ബോധപൂർവ്വം തന്നെയാണ് പറയുന്നത്, ഇന്ത്യയുടെ ഫോട്ടോ കൂടിയല്ല. അപ്പോൾ അതല്ലാത്ത ഒരു ഫോട്ടോയും കൂടി കൊണ്ടുവന്ന് അതിൻ്റെ മേലെ ഒരു പ്രത്യേക രീതിയിലുള്ള ആകൃതിയും പ്രകൃതിയും സ്ഥിരമായിട്ട് RSSകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അത് ഇവിടെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അത് ഉപയോഗിക്കണം എന്ന നിലപാട് വാശി പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഏതായാലും അതിൽ നിന്ന് മാറി ആ നിലപാടിനോട് ഞങ്ങളൊപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞ് ശരിയായ നിലപാട് സ്വീകരിച്ച മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുക. കാരണം ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്തസ്സുറ്റ നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ പരിപാടി അവിടെ മാറ്റി പരിപാടി സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സാധാരണ നിലയിൽ നടക്കുന്ന മതനിരപേക്ഷ ഉള്ളടക്കമുള്ള പരിപാടിയാക്കിയിട്ട് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ആ പരിപാടി ആ രീതിയിൽ കൈകാര്യം ചെയ്ത മന്ത്രിയെയും ഗവൺമെൻറ്റിനെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ഭാരതമാതാവിൻ്റെ ചിത്രം മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടുവെന്നും മാറ്റാൻ കഴിയില്ലെന്ന് ഗവർണർ വിശദമാക്കിയതിനെ തുടർന്ന് പരിപാടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പിന്നീട് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ എന്തു വേണമെന്ന് രാജ്ഭവൻ തീരുമാനിക്കുമെന്നായിരുന്നു ഗവർണറുടെ നിലപാട്. രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ സ്ഥിരമായുള്ള ചിത്രമാണിതെന്നും മാറ്റാൻ കഴിയില്ലെന്നുമായിരുന്നു ഗവർണർ നിലപാടെടുത്തത്. പരിപാടിയിൽ ഭാരതാംബയുടെ പുഷ്പാർച്ചനയും വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടതോടെയാണ് രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാചരണം ഗവർണർ ഇല്ലാതെ സെക്രട്ടേറിയറ്റിൽ നടത്താൻ കൃഷിവകുപ്പ് തീരുമാനിച്ചത്. തുടർന്നാണ് സർക്കാർ പരിപാടി ഒഴിവാക്കിയത്. അതേസമയം പരിപാടി രാജ്ഭവനിൽ നിന്നും മാറ്റിയതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടോ എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ഗവർണറുടെ നിലപാട് കൃഷിമന്ത്രി P. പ്രസാദാണ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. തുടർന്നാണ് പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റിയത്. കൂടാതെ ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം ഭാരതാംബ മതചിഹ്നമല്ലെന്നും സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ഹിന്ദു ഐക്യവേദി വ്യക്തമാക്കി കഴിഞ്ഞു. ഭാരത് മാതാവിന്റെ ചിത്രത്തെ ചൊല്ലി വിവാദമുയർത്തിയതിനെ തുടർന്ന് രാജ്ഭവനിലെ പരിപാടി ഉപേക്ഷിക്കുകയായിരുന്നു. ചിത്രം മാറ്റണമെന്ന് കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അതിന് തയ്യാറായില്ല. തുടർന്ന് കൃഷിമന്ത്രി പങ്കെടുക്കേണ്ട പരിപാടി ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് പരിപാടി സ്വന്തം നിലയ്ക്ക് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു രാജ്ഭവൻ. RSS പരിപാടിയിലെ ചിത്രം പോലെ തോന്നിപ്പിക്കുന്നുവെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിരുന്നു. നേരത്തെ ഗുരുമൂർത്തി സംസാരിച്ചതും ഇതേ ചിത്രമുള്ള വേദിയിലാണ്. രാജ്ഭവനായിരുന്നു പരിപാടിയുടെ വേദി. മെയിൻ ഹാളായ വേദിയിൽ ഭാരത് മാതാവിന്റെ ചിത്രമുണ്ടായിരുന്നു. വൈകിട്ട് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ വേദി സന്ദർശിക്കാൻ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ 9 മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചിരുന്നത്. ഇത് കാരണം സമയം മാറ്റുകയായിരുന്നു. തുടർന്ന് രാവിലെ കൃഷിവകുപ്പിൽ നിന്ന് പരിപാടി റദ്ദാക്കിക്കൊണ്ട് വിവരം അറിയിക്കുകയായിരുന്നു. പരിപാടി ദർബാർ ഹാളിലേക്ക് മാറ്റുകയും ചെയ്തു. രാജ്ഭവനിൽ നിന്ന് ഒഴിവാക്കിയതിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നിരുന്നത്. കൃഷിമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു. തുടർന്നാണ് ദർബാർ ഹാളിലേക്ക് പരിപാടി മാറ്റിയത്. പരിപാടിയിൽ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തിരുന്നു. ദർബാർ ഹാളിലെ പരിപാടിയിൽ പങ്കെടുക്കുവാൻ ചീഫ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളെല്ലാം തന്നെ രംഗത്തെത്തിയിരുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതേസമയം അൻവറിന്റെ കേസ് പണ്ടേ ഞങ്ങൾ ഒഴിവാക്കിയതാണ് എന്നായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതികരിച്ചത്. ആ പ്രശ്നങ്ങൾ UDF ചർച്ച ചെയ്യട്ടെ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു നിലമ്പൂരുമായി ബന്ധപ്പെട്ട വിഷയത്തോട് MV ഗോവിന്ദൻ പ്രതികരിച്ചത്. നിലമ്പൂർ ഒരു സംശയമില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി വിജയുന്നുള്ളൂ. അൻവർ ഇന്ന് ആഭ്യന്തര വകുപ്പൊക്കെ ചോദിച്ചിട്ടുണ്ട് UDFിലേക്ക് വരാൻ വേണ്ടി. ആഭ്യന്തര വകുപ്പ് കൊടുക്കുകയാണെങ്കിൽ വരാം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരാം. അതിലൊന്നും എനിക്ക് തർക്കമില്ല. കാരണം അവരുടെ പ്രശ്നം അത്. അൻവർ ഞങ്ങൾ മുമ്പേ ഞാൻ ഡൽഹി പത്രസമ്മേളനത്തോടുകൂടി ഒഴിവാക്കിയതാണ് അൻവറിനെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. അദ്ദേഹം പോയിരിക്കുന്നു. അദ്ദേഹം പോയപ്പോൾ ഞങ്ങൾ ഒഴിവാക്കിയതാണ്. അതിനുശേഷം പിന്നെ അൻവറുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അതിൽ അൻവറിൻ്റെ കാര്യം. പിന്നെ അൻവർ പറയുന്ന കാര്യത്തോട് സംബന്ധിച്ചിടത്തോളം പ്രതികരിക്കാനുമില്ല.
അതുകൊണ്ട് അൻവർ എന്ത് പ്രതികരിച്ചു എന്നുള്ളതോ അല്ലെങ്കിൽ അൻവർ എന്ത് പറഞ്ഞു എന്നുള്ളതോ CPIM സംബന്ധിച്ചിടത്തോളം ഒരു പ്രതികരണവും ഞങ്ങളതിന് നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് അവർക്ക് വേണ്ടിയിട്ടാണ് ഒറ്റുകൊടുത്തത്. UDF വേണ്ടി ഒറ്റുകൊടുത്തതാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, യുവദാസിൻ്റെ റോളാണ് നിശ്ചയിച്ചിട്ടുള്ളതെന്ന്. അത് UDF വേണ്ടിയിട്ടാണ്. UDF അവരും തമ്മിലുള്ള തർക്കത്തിൻ്റെ അകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നു ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ അതൊന്നും ഞങ്ങൾ ഗൗരവത്തിലെടുക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നല്ല മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ പോവാണ്. അത് ഇവർ നേരത്തെ തീരുമാനിച്ചതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതിനുശേഷം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും എല്ലാമുള്ള മുന്നോടിയായിട്ടായിരിക്കും ഈ പോരാട്ട വിജയം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.